ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചക്ക വെച്ചൊരു പുഡിംഗ് ആണ്. ചക്ക വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് കുതിർക്കാൻ വെക്കാം. ഒരു 15 ചുള ചക്ക ഞാനിവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിക്കാനിടാം. കുറച്ച് വെള്ളം ചേർത്ത് വേണം വേവിക്കാൻ. ഇതിപ്പോൾ നന്നായി വെന്ത് വരുന്നുണ്ട്. ചക്ക നന്നായി വെന്ത് കഴിഞ്ഞാൽ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് 1 ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. പാല് വെക്കണ ടൈമിൽ തന്നെ ചൈന ഗ്രാസ് അപ്പുറത്തെ അടുപ്പിൽ അതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചക്ക എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അതിൽ കുറച്ച് പാല് ഒഴിച്ച് നന്നായി പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസും മെൽറ്റായിട്ടുണ്ട്, പാലും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടിച്ച് വെച്ച ചക്കയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്ക തന്നെ ഓൾറെഡി മധുരമുള്ള കാരണം മിൽക്ക് മെയ്ഡ് തന്നെ മതിയാവും. ഇനി പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം ഇത് രണ്ടും കൂടി തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു പുഡിംഗാണിത്. പുഡിംഗ് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നതും ഡെക്കറേറ്റ് ചെയ്യണതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വിട്ടുപോയി ഞാൻ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇപ്പോൾ നമ്മുടെ ചക്ക പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു പുഡിംഗാണിത്. എല്ലാവരും വീട്ടിൽ ചക്ക ഉണ്ടായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെക്കും ബൈ.